Hello everyone, it's me Akrsha and welcome back to my channel. അപ്പോൾ ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫ്രം സവാന. കുറേ നാളായിട്ട് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ഈ ഒരു ആപ്പ് ഒന്ന് പർച്ചേസ് ചെയ്യണം എന്നുള്ളത്. ബട്ട് ദിസ് ടൈം ഞാൻ പർച്ചേസ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് മിന്ത്ര, ഫ്ലിപ്കാർട്ട് ഇതൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ അവസാനമുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ആപ്പിൽ നിന്ന് വാങ്ങുക എന്നുള്ളതാണ്. ആൻഡ് ഐ ഫെൽറ്റ് വർത്ത് ദ പ്രൈസ്, ബട്ട് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അർബാനിക്കിൻ്റെ ആയതുകൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കമ്പാരിറ്റീവ്ലി നമ്മൾ മിന്ത്ര, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും ഒരു കുറച്ച് ചെറിയൊരു എമൗണ്ട് വൈസ് കുറച്ച് കൂടുതലാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പോൾ നമുക്കിന്ന് അൺബോക്സ് ചെയ്താലോ പെട്ടെന്ന്. അപ്പോൾ ഇത്രയാണ്. ഞാൻ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത്ര ചെറിയൊരു ബോക്സിലാക്കിയിട്ടാണ് അവരെനിക്ക് തന്നത്. ഐ ഡോണ്ട് നോ വൈ. എനിവേ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ അകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ടോ എന്നുള്ളത്. ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടില്ല. ഈ സാധനം വന്നിട്ട് ഏകദേശം 2 ദിവസമായി, പക്ഷെ ഇതുവരെയായിട്ട് എനിക്ക് സമയം കിട്ടിയിട്ടില്ല ഒന്ന് തുറന്നു നോക്കാനായിട്ട്. ആൻഡ് നമ്മൾ നമ്മുടെ കട്ടർ എടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതൊരു വളരെ റെയറായിട്ടാണ് നമുക്കിത് കിട്ടുള്ളൂ, കാരണം വേണ്ട സമയത്ത് നമുക്കിത് കിട്ടാറില്ല. ബട്ട് ഇന്നത് എന്തുകൊണ്ട് എൻ്റെ കയ്യിൽ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ സാധാരണ ഞാൻ എന്തെങ്കിലുമൊക്കെ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് നോക്കുമ്പോൾ ഞാൻ കത്തിയും കുറേ കത്രികയൊക്കെ ആയിട്ടാണ് ഞാൻ വരാറ്. പക്ഷേ ഇത്തവണ കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് ഞാൻ കട്ടറൊക്കെ ആയിട്ടാണ് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. അല്ലെങ്കിൽ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ കാർഡ്ബോർഡാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കണേ. പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്, പക്ഷെ ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. നമുക്ക് തുറന്ന് നോക്കാം. എനിക്ക് വയ്യ. എനിക്ക് അൺബോക്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചേച്ചി വീട്ടിൽ ഓർഡർ ചെയ്യുകയാണെങ്കിലും ഞാനാണ് ആദ്യം പോയി പൊട്ടിക്കുക. അതായത് പൈസ എല്ലാം കൊടുത്ത് അവളായിരിക്കും ഓർഡർ ചെയ്തിട്ടുണ്ടാവുക, പക്ഷെ അത് അവളുടെ കയ്യിൽ എത്താറില്ല. ഞാനായിരിക്കും എപ്പോഴും പോയിട്ട് ഞാനായിരിക്കും പൊട്ടിച്ച് നോക്കുന്നത്. ആൻഡ് ഐ ലവ് ഇറ്റ്. എനിക്ക് അൺബോക്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതെന്താന്ന് വെച്ചാൽ സ്പോർട്സ് ബ്രാ ആണ്. ഭയങ്കര വലുതാണോ ഇത്? സ്പോർട്സ് ബ്രാ ജിമ്മിൽ പോണവർക്കൊക്കെ സുഖമായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ആണ്. നല്ല സപ്പോർട്ടീവായിട്ടുള്ളൊരു. ഇതിനെക്കുറിച്ച് എനിക്ക് വലുതായിട്ട് പറയാനൊന്നും അറിയില്ല, ബട്ട് നൈസാണ്. മെറ്റീരിയലൊക്കെ നൈസാണ്. ആൻഡ് പാഡഡ് ആണ് വരുന്നത്. റിമൂവബിൾ ആണോ എന്ന് ചോദിച്ചാൽ റിമൂവബിളാണ്. സൈഡിൽ നമുക്ക് റിമൂവ് ചെയ്യാം വാഷ് ചെയ്യുന്ന ടൈമിൽ. ഓക്കെ. ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഈ ഒരു പ്രൈസല്ല ഞാൻ പേ ചെയ്തത്. ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാൻ പറ്റിച്ചാൽ ഡെഫിനറ്റ്ലി ഞാൻ കൊടുക്കും. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ ഇതെന്തോ ഒരു സാധനം. ഞാൻ ഓർഡർ ചെയ്തത് കഴിഞ്ഞ മാസമാണ് കേട്ടോ, പക്ഷെ എനിക്ക് ഇപ്പോഴാണ് കിട്ടുന്നത് സാധനം. അതുകൊണ്ട് എനിക്ക് പകുതി മുക്കാലും ഓർമ്മയില്ല എന്താണ്. ഇത് ഹാൻഡ് ഗ്ലൗസ്. ഇതെന്താ ഹാൻഡ് ഗ്ലൗസ് ഇത്ര ചെറുത്ത്? ഇത് എന്താ പറയുക, നമ്മൾ വെയിലത്തൊക്കെ പോകുമ്പോൾ നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു സാധനം. അത് കൊള്ളാം. പക്ഷെ ഇതിൽ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. കുറച്ച് ഷിയറി മെറ്റീരിയലാണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല. കുറച്ച് ഷിയറി മെറ്റീരിയലാണ്. അതുകൊണ്ട് വെയിലടിക്കുന്ന എങ്ങനെ തടയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും എനിക്കറിയില്ല. ബട്ട് ഞാൻ അങ്ങോട്ട് ഓർഡർ ചെയ്തു. കുറേ നാളായി ഒന്ന് മേടിക്കണം എന്ന് വിചാരിക്കണം. എല്ലാ സമയത്തും ജാക്കറ്റ് ഇട്ട് പോകാൻ പറ്റില്ല. അതും ഈ ഒരു ക്ലൈമറ്റിൽ ഒട്ടും പറ്റില്ല, പുഴുത്തു പോകും. ഇവിടെ ഒരു നേരം തന്നെ ഞാൻ ഫാൻ ഇടാതിരിക്കുമ്പോൾ തന്നെ വേർത്ത് വലിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് ആ ഒരു പ്രൊഡക്റ്റ്. വർത്താണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം, കാരണം അത് ഭയങ്കര ഷിയർ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു ഗുണം, അതായത് എത്ര എഫക്റ്റീവ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
തോന്നാനില്ല. ബട്ട് പ്രൈസ് വൈസ് നോക്കുമ്പോൾ 190 സംതിങ് ആണ് ഞാൻ പേ ചെയ്തത്. യെസ്, 190. അപ്പം അതങ്ങനെ. നെക്സ്റ്റ് ഒരു ഡ്രസ്സാണ് കേട്ടോ, ഒരു ബോഡിക്കോൺ ഡ്രസ്സ്. കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പം ഞാൻ വാങ്ങി. ഇങ്ങനത്തെ പാറ്റേണൊന്നും ഞാൻ മേടിക്കാത്ത പാറ്റേൺ, അപ്പം ഞാൻ ഇത്തവണ അതങ്ങോട്ട് മേടിച്ചു. പക്ഷെ ഇതും കണ്ടിട്ട് ഭയങ്കര ഷിയറി മെറ്റീരിയലായിട്ട് എനിക്ക് തോന്നണേ. കാരണം ഇതിന് സ്ലീവൊക്കെ ഭയങ്കര വലുതാണെന്ന് തോന്നുന്നു. ഇതെനിക്ക് ഭയങ്കര വലുതാന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഞാൻ ഒരു ദിവസം സ്റ്റൈൽ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ മെറ്റീരിയൽ ഷിയറിയാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഇന്നർ ഇട്ടിട്ട് വേണം ഇത് ഇടാനായിട്ട്, അല്ലെങ്കിൽ പണിപാളും. സോ കാണിച്ചു തരാം. ഇത്രയധികം സാധനം വെച്ചിട്ട് ഇങ്ങനെയാണ്. രസമുണ്ട് കാണാനായിട്ട്. അല്ല, പാകം തന്നെയാന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരുപാട് ഡ്രസ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ സവാനയിൽ. ഞാൻ നോക്കിയപ്പോൾ അത്ര പോലും മിന്ത്രയിൽ ഞാൻ കണ്ടില്ല. ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എവിടെ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടോപ്പ് അല്ലെങ്കിൽ ബോഡിക്കോൺ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കാണാൻ കിട്ടും. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു അൺബോക്സിങ് വീഡിയോ എടുക്കണമെന്ന്. അതുകൊണ്ട് എടുക്കണതാ. നിങ്ങൾ എന്നെ കുറച്ചും കൂടെ മോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇനിയും അൺബോക്സിങ് വീഡിയോസ് വരുന്നതായിരിക്കും. നെക്സ്റ്റ് ഇതെന്താ? നെക്സ്റ്റ് ഒരു ടോപ്പ്. ഇത് ഞാൻ ആക്ച്വലി ഇത് കണ്ട് മേടിച്ചൊരു സാധനമാണ്. ഇത് ഒരു ജിമ്മിൽ ഇടാൻ പറ്റിയൊരു ടോപ്പാണ്. ലൂസ് ഫിറ്റ് ടോപ്പാണ്. ബാക്കിൽ കണ്ടോ, ബാക്ക്ലെസ്. ഇതൊക്കെ ഞാൻ ഇടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ എനിക്ക് കണ്ടു, ഇഷ്ടപ്പെട്ടു, ഞാൻ മേടിച്ചു. ജിമ്മിലേക്ക് പോകുമ്പോൾ കാറ്റൊക്കെ കൊള്ളണ്ടേ അതിന്. പിന്നെ ഒരു പാൻറ്, അതും ജിമ്മിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ്. ഈ പാൻറ്റിൻ്റെ ഈ ഒരു മോഡൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ടൈപ്പ് ക്രോസ് ആയിട്ട് വരുന്ന കണ്ടപ്പോൾ നൈസായിട്ട് തോന്നി. ആൻഡ് മെറ്റീരിയൽ വൈസസ് ഓൾസോ നല്ല സുഖമുള്ള മെറ്റീരിയലാണ്, ക്വാളിറ്റി ഉണ്ട്, അത്യാവശ്യം സ്ട്രെച്ചബിൾ ആണ്. സോ നെക്സ്റ്റ് ഒരു പാൻറ്റും കൂടെയാണ് ഓർഡർ ചെയ്തത് ജിമ്മിൻ്റെ. പക്ഷെ ഇതിൽ ഇവരുടെ ബ്രാൻഡ് പേര് എഴുതണ്ടായിരുന്നല്ലേ. ഇത് ഭയങ്കര കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ, സ്ട്രെച്ചബിളാണ്, കട്ടിയുള്ള മെറ്റീരിയലാണ്. പക്ഷെ ഫോട്ടോയിൽ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നില്ല. നേരത്തെ കണ്ട മെറ്റീരിയലല്ലേ അതുപോലെ തോന്നുള്ളൂ. ആസ് യൂഷ്വൽ സ്റ്റോറേജ് ഇഷ്യൂസ് കാരണം കൊണ്ടാണ് കേട്ടോ വീഡിയോ ഇങ്ങനെ ബ്രേക്കായി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വേറെയാണ്. പക്ഷെ നല്ല കട്ടിയുള്ളതുകൊണ്ട് തന്നെ ചൂട് എടുക്കാൻ ചാൻസ് കൂടുതലാണ്. ഇത്ര കട്ടി വേണ്ടായിരുന്നു. ബട്ട് അല്ലാതെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ നൈസാണ് കേട്ടോ. പിന്നെ ഒരു ജിമ്മിൻ്റെ ടീഷർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ കാണിച്ച ബ്ലൂവിൻ്റെ അതേ ഒരു ടൈപ്പാണ് കേട്ടോ ഈ ഒരു ടീഷർട്ട്. ഇതും ജിം വെയർ ആയിട്ട് യൂസ് ആക്കാം കേട്ടോ. ഐ മീൻ ജിം വെയർ ആയിട്ട് യൂസ് ആക്കുന്ന ഒരു ടീഷർട്ടാണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ ഈ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാത്തു നിന്നത്. ഇത് നോക്ക് ഗൈസ്, ഇതൊരു ബോഡിക്കോൺ ഡ്രസ്സാണ് കേട്ടോ. നൈസ് അല്ലേ? പക്ഷെ ഇതെനിക്ക് വലുതാണെന്ന് തോന്നുന്നു, ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് നൈസ്. സി, ആ ഫോട്ടോയിൽ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്ന് അസ്യൂം ചെയ്യുമ്പോഴും നൈസായിട്ട് തോന്നുന്നു. ഈ ഒരു ഡ്രസ്സിനാണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഓർഡർ ചെയ്ത ഒരു ഡ്രസ്സാണ്. അപ്പം ഈ ഒരു ഡ്രസ്സ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദിസ് വൺ ഇസ് നൈസ്. ഇനി ഞാൻ കുറച്ച് ആക്സസറീസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും കൂടെ ഞാൻ കാണിച്ചു തരാം. കുറച്ചധികം എന്ന് തോന്നും, പക്ഷെ കുറച്ചേ ഉള്ളൂ. ഇങ്ങനെ ഒരു വേസ്റ്റ് ചെയിന്, ഗോൾഡ് കളറിലുള്ളത്. എനിക്കറിയാം ഇതിൻ്റെ ട്രെൻഡൊക്കെ കഴിഞ്ഞു എന്നുള്ളത്. ഞാൻ വേസ്റ്റ് ചെയിനിൻ്റെ അത്ര വലിയ ഫാനൊന്നുമല്ല, ബട്ട്
എന്താ പറയുക, ഇപ്പം ഞാൻ വേസ്റ്റ് ചെയിനിൻ്റെ ആളാണ്. എനിക്കിപ്പോൾ ഇടണം എന്നൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ ഇത് ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാം. ആൻഡ് പിന്നെ ഞാൻ സാരിയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റിയൊരു വേസ്റ്റ് ചെയിനും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ ഈളിയായിട്ട് തോന്നും. ഇതെന്താ 2 പേരായിട്ട്? ഓക്കെ, 2 എണ്ണമായിട്ടാണ് ഇടുന്നതെന്ന് തോന്നുന്നുണ്ട്. ജോയിൻ ചെയ്താൽ ഇടുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇത് പിന്നെ ഞാൻ ഒരു നെക്ക് പീസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2 പീസാണോ, ആക്ച്വലി കെട്ട് കുടുങ്ങി. ഇതാണ് അതിൻ്റെ ലോക്കറ്റ് വരുന്നത്. 2 പീസോ 3 പീസാണോ? 3 പീസാണെന്ന് തോന്നുന്നു. 2 പീസ് അല്ലെങ്കിൽ 3 പീസ് കേട്ടോ. ഇങ്ങനെ വരും, സ്നേക്ക് ചെയിൻ വരും ആൻഡ് ഇങ്ങനെ ഒരു ലോക്കറ്റുള്ള ഒരു ഇത് കെട്ട് കുടുങ്ങിയിരിക്കുകയാണ് ഗൈസ്. എന്തായാലും മനസ്സിലായാലോ. അപ്പോൾ ഐ തിങ്ക് ഇത്രയും ഐറ്റംസേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പർച്ചേസ് ചെയ്ത ഐറ്റംസ് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. അധികം ഞാൻ ജിം ഡ്രസ്സാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ആകെ കാഷ്വലായിട്ട് ഇടാൻ പറ്റുന്നത് ഔട്ടിങ്ങിനൊക്കെ പോകുന്ന നേരത്തിൽ ആകെ 2 ജോഡിയെ മേടിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ ജിമ്മിലേക്ക് വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഇറ്റ്സ് ഓക്കെ. കുറച്ചും കൂടെ റെഡി ആയിട്ട് പോകുമ്പോൾ നമുക്കും ഒരു എന്താ പറയുക, വർക്കൗട്ട് ചെയ്യാനൊക്കെ ഒരു ഇഷ്ടമുണ്ടാവും. അങ്ങനെയൊക്കെ ഞാൻ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. സ്റ്റോറേജ് ഒരുപാട് ഇനിയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇനിയും കഥകളിരുന്ന് പറഞ്ഞേനെ ഓരോ ഡ്രസ്സ് എടുക്കുമ്പോഴും. അപ്പോൾ ഇറ്റ്സ് ഓക്കെ, ഒരുപാട് ലെങ്തി ആക്കണ്ട എന്നായിരിക്കും ചിലപ്പോൾ സ്റ്റോറേജിൻ്റെ തീരുമാനം. ബട്ട് എനിവേസ്, അപ്പം നമ്മുടെ അല്ല, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ ബൈ.